Good morning, students. Welcome to online maths class. Today we are going to start a new chapter which is coordinates. നിങ്ങളെ 10th 6th chapter ആണ് coordinates എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഏത് ചാപ്റ്റർ എടുക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയോട് ഞാൻ പറയാറുണ്ട്, ആ ചാപ്റ്റർ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ചാപ്റ്റർ എന്തിനു വേണ്ടിയായിരുന്നു? ടു സോൾവ് ആൻ ഇക്വേഷൻ ഓഫ് ദി ഫോം ax² + bx + c = 0. There are two methods for solving such equations. They are square completion method and using quadratic formula. അതിനുശേഷം നിങ്ങൾ 5th ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ? ഏതായിരുന്നു? ട്രിഗ്നോമെട്രി. എന്തായിരുന്നു ആ ചാപ്റ്ററിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? ആക്ച്വലി വാട്ട് ഈസ് ട്രിഗ്നോമെട്രി, സ്റ്റുഡൻസ്? ട്രിഗ്നോമെട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് or mathematics which deals with the measurement of triangles such as area, perimeter, height, angles, circumdiameter and so and so. അഥവാ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന അല്ലെങ്കിൽ പഠനവിധേയമാക്കുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററും കൂടിയാണ്. എന്നതുപോലെ നമ്മൾ 6th ചാപ്റ്ററിലേക്ക് വരികയാണ്, കോഓർഡിനേറ്റ്സ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രതലത്തിൽ, ഒരു പ്ലെയിനിൽ നമുക്കൊരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഇൻ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എ സിസ്റ്റം ഓഫ് ജോമെട്രി വേർ ദ പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഓൺ ദി പ്ലെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് യൂസിങ് ആൻ ഓർഡേർഡ് പെയർ ഓഫ് നമ്പേഴ്സ്. ഇഫ് വി വേർ ടു പ്ലേസ് എ പോയിന്റ് on the plane, the coordinate geometry gives us a way to describe exactly where it is by using two numbers. Such numbers are called coordinates. ഒന്നും മനസ്സിലായില്ലല്ലോ? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് ഈ ചാപ്റ്ററിൻ്റെ ഉദ്ദേശം എന്നുള്ളത് പറയാം. നിങ്ങൾക്ക് ഇവിടെ ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഈ ബോർഡിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ഈ ബോർഡിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളത് എറേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാളെ വന്നിട്ട് അതേ പോയിന്റ് തന്നെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തു അല്ലേ? പോയിന്റ് കണ്ടു. ഈ പോയിന്റ് തന്നെ നാളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈ ബോർഡിൽ നിന്ന് നിങ്ങൾ ഏതെല്ലാം മെഷർമെൻ്റ് എടുക്കും മക്കളെ? ഓക്കെ, ബേസ് നിന്ന് ഇത്ര ഹൈറ്റിലാണ്, അത് മാത്രം മതിയോ? ഇല്ല. ഈ പറയുന്ന ബോർഡിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ്. അപ്പോൾ നോക്കാം, അവിടെ 20 സെൻറ്റിമീറ്റേഴ്സ്, ഇവിടെ 30 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് എടുത്തു എന്ന് സങ്കല്പിക്കുക. ഓക്കെ, എറേസ് ചെയ്ത് കളഞ്ഞു. നാളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പോയിന്റ് തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ബേസിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലും അതുപോലെ ഒരു സൈഡിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുമുള്ളൊരു പോയിന്റ് എന്ന് പറയുന്ന ബോർഡിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ സമയത്തും ഇതുപോലെ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടാകുമോ? നിങ്ങൾ ഗ്രൗണ്ട് എടുക്കുന്നു, ഗ്രൗണ്ടിൽ നിങ്ങളൊരു പോയിന്റ് ഫിക്സ് ചെയ്യുന്നു, ഇതുപോലെ റെഫറൻസ് പോയിന്റ് ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾ സോളാർ സിസ്റ്റം പഠിച്ചതാണ്, സോളാർ സിസ്റ്റത്തിൽ ഒരു പോയിന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, അവിടെ ഇതുപോലെ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഇത്തരം പോയിന്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അത്തരം പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ 2 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ നമ്പേഴ്സിനെയാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെഫറൻസ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ 9th ക്ലാസ്സിൽ മോഷൻ എന്ന് പറയുന്ന ഫിസിക്സിലെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്, എന്നാലും പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എപ്പോഴും നിങ്ങൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. നിങ്ങൾക്ക് മാത്സിൻ്റെ എക്സാമിനൊന്നും ആരും ഡെഫിനിഷൻ ചോദിക്കില്ല, പക്ഷെ നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കണം. ദിസ് ഒറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ് ആൻഡ് ദ വെർട്ടിക്കൽ ലൈൻ വിച്ച് passes through the zeros of x axis is called y axis. Okay, so ഈ എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് കോഓർഡിനേറ്റ് ആക്സിസ്.
ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് സബ് ഹെഡിങ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആക്സിസ്. ആക്ച്വലി വാട്ട് ഈസ് കോർഡിനേറ്റ് ആക്സിസ്? ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ നമ്പർ ലൈൻസ് വിച്ച് ഇന്റർസെക്ട് ദെയർ സീറോസ് ഈസ് കോൾഡ് എ കോഓർഡിനേറ്റ് ആക്സിസ്. And the point of intersection of these two line x and y axis is called a origin. Am I right, student? Yes. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് കോർഡിനേറ്റ് ആക്സിസ്, എന്താണ് ഒറിജിൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു പ്ലെയിനിൽ ഒരു പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, ലിസൺ കെയർഫുള്ളി. ഞാൻ ഈ പ്ലെയിനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലേ, ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 1 2 3 4 5 6 7 8 9 10 അപ് ടു ഇൻഫിനിറ്റി. Am I right, student? ഓക്കെ, ഇൻഫിനിറ്റി. പിന്നെ 0, ഇങ്ങോട്ട് -1 -2 -3 -4 -6 -7 -6. അതുപോലെ y ആക്സിൽ +1 2 3 4 5 6 7 8 9 10. അതുപോലെ y ആക്സിന് നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് -1 -2 -3 -4 -5 -6. ഓക്കെ, ഇതിൽ ആ ഫസ്റ്റ് ഭാഗം എക്സ് ആക്സും വൈ ആക്സും പോസിറ്റീവായി നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയും. ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളാണ് അല്ലേ. നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 4 ഭാഗങ്ങൾ കിട്ടി. ആ 4 ഭാഗങ്ങൾ ഒന്നാമത്തെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ദെൻ സെക്കൻഡ് ക്വാഡ്രൻ്റ്, ദെൻ തേർഡ് ക്വാഡ്രൻ്റ്, ദെൻ ഫോർത്ത് ക്വാഡ്രൻ്റ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പോയിന്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ ബേസിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു അല്ലേ, എ എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഹൗ ടു റെപ്രസെൻറ്റ് ദാറ്റ് പോയിന്റ് എ? ലിസൺ കെയർഫുള്ളി. ആ പോയിന്റിൽ നിന്ന് നമ്മൾ എക്സ് ആക്സിലേക്ക് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് 4 ആണ്. അതുപോലെ ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ വൈ ആക്സിലേക്ക് വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. അതുകൊണ്ട് നമുക്ക് ആ പോയിന്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4,2 എന്ന് പറയാം. 4,2. ആ 4നെയും 2നെയും ഒരുമിച്ച് പറയുന്ന പേരാണ് കോർഡിനേറ്റ്സ്. We can represent a point on a plane using 2 numbers. The first number is called x coordinate and the second number is called y coordinate. Here the first number is 4, therefore the x coordinate is 4, and the second number is 2, therefore that 2 number is called the y coordinate. Together is called the combined, the x and y coordinate together is called coordinates. And here you can represent that point A as 4,2. Am I right, student? ഓക്കെ, നമുക്ക് മറ്റൊരു പോയിന്റ് നോക്കാം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടല്ലേ, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എന്ന് പറയുന്ന പോയിന്റ്. ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ എക്സ് ആക്സിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 2 ആണെങ്കിലും -2 എന്ന് പറയാം. വൈ ആക്സിലേക്ക് നിങ്ങൾ വരച്ചപ്പോയോ 3. അതുകൊണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ്, ഹൗ ടു റെപ്രസെന്റ് ദാറ്റ് പോയിന്റ് ബി? ദാറ്റ് ഈസ് സിംപ്ലി -2,3. ഹിയർ ദി എക്സ് കോർഡിനേറ്റ് ഈസ് -2 ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് 3. Am I right, student? Yes. Then നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ആ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഹൗ ടു റെപ്രസെന്റ് ദാറ്റ് പോയിന്റ് സി ഓൺ ദാറ്റ് പ്ലെയിൻ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡ്രോ എ ലൈൻ ഫ്രം സി ടു എക്സ് ആക്സിസ് വിച്ച് ഇന്റർസെക്ട് അറ്റ് വേർഡ് -4, and when we draw a perpendicular from the point C to y axis, it meet at -1, so you can represent the point C as -4, -1. മനസ്സിലാകുന്നുണ്ടോ കുട്ടികളെ? Okay, then one more point we have to consider. So we have to consider a point from fourth quadrant. So നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്യപ്പെടുകയാണ്. സെലക്ട് ചെയ്തു അല്ലേ? So how to represent that point? Oh, it's so simple. How to represent that point? That is 5,2. Okay, student. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് ഏതൊരു പോയിന്റ് നിന്ന് കഴിഞ്ഞാലും ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് മനസ്സിലായി.
അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും, ആക്ച്വലി വാട്ട് ഈസ് എക്സ് കോർഡിനേറ്റ് സർ, ആക്ച്വലി വാട്ട് ഈസ് വൈ കോർഡിനേറ്റ് സർ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ സംശയം ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് എക്സ് കോർഡിനേറ്റ് ആൻഡ് വാട്ട് ഈസ് വൈ കോർഡിനേറ്റ്? ലിസൺ കെയർഫുള്ളി മനസ്സിലാക്കിയിട്ട് കുട്ടികളെ. നമുക്ക് ആൻസർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. സോ ലിസൺ കെയർഫുള്ളി. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആക്ച്വലി വാട്ട് ഈസ് എക്സ് കോർഡിനേറ്റ് as well as actually what is y coordinate. Listen carefully. You can see here that there is a coordinate axis which means x and y coordinates, and there is a point A on that plane. What is the coordinates of that point? 3,2, which means when we draw a perpendicular from A to x axis, it meet at 3, and when we draw a perpendicular from A to y axis, it meet at 2. Therefore we can represent that point as 3,2. നിങ്ങൾ നോക്കിയേ, ആ എ എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് മക്കളെ? എക്സ് ആക്സിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്? എക്സ് ആക്സിൽ നിന്ന് 2 ഡിസ്റ്റൻസിലാണ്. ആ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? വൈ കോർഡിനേറ്റ്സ് ആയിരുന്നു അല്ലേ? സോ ആക്ച്വലി വാട്ട് ഈസ് വൈ കോർഡിനേറ്റ്? ദ വൈ കോർഡിനേറ്റ്സ് of a point is the perpendicular distance of that point from x axis. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വാട്ട് ഈസ് വൈ കോർഡിനേറ്റ്? എക്സ് ആക്സിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുക. സോ ആക്ച്വലി വാട്ട് ഈസ് എക്സ് കോർഡിനേറ്റ്? ലിസൺ കെയർഫുള്ളി. ഇൻ ദാറ്റ് പിക്ചർ the y x coordinate is 3. Actually what is 3 here? The distance of that point, which point A from y axis is 3 അല്ലേ? ആ എ എന്ന് പറയുന്ന പോയിന്റ് y ആക്സിൽ നിന്നും 3 ഡിസ്റ്റൻസിലാണ്. സോ ആക്ച്വലി വാട്ട് ഈസ് വൈ എക്സ് കോർഡിനേറ്റ്? എക്സ് കോർഡിനേറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം y ആക്സിസ് ഈസ് കോൾഡ് എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു. 5 കാര്യങ്ങൾ നോട്ട് കൃത്യമായിട്ട് എഴുതുക. ഒന്നാമത്തെ നോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതേണ്ടത് കോർഡിനേറ്റ് ആക്സിസ്. ആക്ച്വലി വാട്ട് ഈസ് കോർഡിനേറ്റ് ആക്സിസ്? 2 mutually perpendicular number lines which intersect their zeros is called a coordinate axis. സെക്കൻഡ് ഹെഡിങ് അങ്ങനെ തന്നെ നോട്ട് ചെയ്യണം. സെക്കൻഡ് ഹെഡിങ് എന്ന് പറയുന്നത് ഒറിജിൻ ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഈസ് കോൾഡ് origin. It is denoted as O. I'm sorry, it is denoted as O. Then third part, coordinates. Third heading, actually what is coordinate? You can represent a point on coordinate plane. Actually what is coordinate plane? A plane which involves കോർഡിനേറ്റും ഉള്ള ഒരു പ്ലെയിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് പ്ലെയിൻ. സോ ആക്ച്വലി വാട്ട് ഈസ് കോർഡിനേറ്റ്? യു ക്യാൻ റെപ്രസെൻറ്റ് എ പോയിന്റ് ഓൺ എ പ്ലെയിൻ ബൈ യൂസിങ് 2 numbers. That 2 numbers are called coordinates. The first number is called x coordinate and second number is called y coordinate. And the next heading എന്ന് പറയുന്നത് x coordinate. Actually what is x coordinate? The perpendicular distance of the point from y axis is called x coordinate. And similarly the next heading which is y coordinate. Actually what is y coordinate, student? The perpendicular distance of the point from x axis is called y coordinates. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ആണോ അല്ലേ മക്കളെ?